നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയേക്കരയിലെ ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും. ചാലക്കുടി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. നല്ലവരായ മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ളവര് ബെന്നിച്ചേട്ടൻ ഇത്തിരി നേരത്തെ വന്നു. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സമാഹരിച്ച് വളർച്ച ത്വരിതപ്പെടുത്താൻ ഇൻഫോ പാർക്ക് പ്രാരംഭ ഓഹരി വിൽപ്പനയിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി റിപ്പോർട്ട്. അതിരപ്പള്ളിയിലെ നിരാമയ സംരോഗ റിസോർട്ട് ചാലക്കുടി പുഴയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നതായി ആരോപിച്ച് DYFI അതിരപ്പള്ളി മേഖലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് 2 ദിവസത്തിനിടെ 560 രൂപ കുറഞ്ഞ സ്വർണ്ണവില നേരിയ വർധനവോടെ തിരിച്ചുകയറി. അങ്കമാലി മാരത്തൺ 26ന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയേക്കരയിലെ ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞത്. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ചില ഉപാധികൾ ഏർപ്പെടുത്തുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച മുതൽ ടോൾ പിരിക്കാൻ അനുമതി നൽകാമെന്നും ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ V. മേനോൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. പാലിയേക്കരയിൽ ടോൾ നിരക്ക് പരിഷ്കരിച്ചത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. പുതുക്കിയ ടോൾ ആയിരിക്കുമോ ഇനി മുതൽ ഈടാക്കുക എന്നത് ഹൈക്കോടതിയുടെ തിങ്കളാഴ്ചത്തെ ഉത്തരവിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. ദേശീയപാതയിൽ വിവിധ ഇടങ്ങളിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തിനെ തുടർന്ന് ഓഗസ്റ്റ് 6 മുതലാണ് പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞത്. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാതെ ടോൾ പിരിക്കുന്നത് ശരിയല്ലെന്ന് ദേശീയപാത അതോറിറ്റിയോട് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഗതാഗതക്കുരുക്കും സർവീസ് റോഡുകളുടെ ശോചനീയാവസ്ഥയും ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയെ തുടർന്നായിരുന്നു ഹൈക്കോടതി ഇടപെടൽ. ഇതിനെതിരെ കരാർ കമ്പനിയും NHIയും സുപ്രീം കോടതി വരെ പോയെങ്കിലും അനുകൂല ഉത്തരവ് ലഭിച്ചില്ല. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കുകൾ പരിഹരിച്ചു എന്നും സർവീസ് റോഡുകൾ നന്നാക്കി എന്നും ദേശീയപാത അതോറിറ്റി നിരന്തരം അറിയിച്ചിരുന്നുവെങ്കിലും കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഗതാഗത മാനേജ്മെന്റ് സമിതിയുടെ റിപ്പോർട്ടാണ് ഇക്കാര്യത്തിൽ കോടതി ആശ്രയിച്ചത്. കേസ് പരിഗണിച്ചപ്പോൾ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയും കരാറുകാരും ആവശ്യപ്പെട്ടു. ദിവസം 300 പേർ ജോലി ചെയ്യുന്നുണ്ടെന്നും ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്നും മറ്റ് ചെലവുകൾ ഉണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ടോൾ ഇനത്തിൽ 1 രൂപ പോലും വരുമാനമില്ലെന്നും ഇവർ വ്യക്തമാക്കി. തുടർന്നാണ് ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ അനുവദിക്കാമെന്നും എന്നാൽ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതെന്നും കോടതി വ്യക്തമാക്കിയത്. അതിനിടെ ടോൾ നിരക്ക് ദേശീയപാത അതോറിറ്റി പരിഷ്കരിച്ചിരുന്നു. വാർഷിക വർധനവാണ് വരുത്തിയിരിക്കുന്നത് എന്നാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 രൂപ മുതൽ 15 രൂപ വരെയാണ് ടോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ 90 രൂപ നൽകിയിരുന്നത് ഇനി 95 ആകും. ദിവസം 1 കൂടുതൽ യാത്രയ്ക്ക് 140 രൂപ എന്നത് മാറ്റമില്ല. ചാലക്കുടി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു.
സനീഷ് കുമാർ ജോസഫ്, AKM അഷ്റഫ് എന്നീ MLA-മാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിവരുന്ന സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് താലൂക്ക് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിലെ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് MLA-മാർ സത്യാഗ്രഹ സമരം നടത്തുന്നത്. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് VO പൈലപ്പൻ അധ്യക്ഷനായി. കോൺഗ്രസ് പരിയാരം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് MT ഡേവിസ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ എന്നിവർ പ്രസംഗിച്ചു. സേനയ്ക്കും വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് കാക്കിയെടുപ്പിട്ട കേരളത്തിലെ പോലീസ് സേനയുടെ അവരുടെ വീടുകളിൽ പോലും അവരെ കുറിച്ചിട്ട് അഭിപ്രായം പോയിരിക്കുകയാണ്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കോൺഗ്രസിൻ്റെ ചേട്ടൻ, DCCയുടെ ജനറൽ സെക്രട്ടറി C ആൻഡേട്ടൻ, UDFന്റെ ചെയർമാൻ, സനീഷ് കുമാർ ജോസഫിനെ നേരുന്നു ചാർത്തുന്നു. നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. നല്ലവരായ മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ളവരെ ബെന്നിച്ചേട്ടൻ ഇത്തിരി നേരത്തെ വന്നു. അത് തിരിച്ചറിയണമെങ്കിൽ അടുത്ത തവണ ഈ നിയമസഭയ്ക്ക് മുന്നിൽ സമരം നടത്തുകയാണ്. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് MLA ശ്രീ സനീഷും അഷ്റഫ് MLA-യും നിരാഹാര സത്യാഗ്രഹ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സത്യാഗ്രഹത്തിനോട് പ്രകടിപ്പിക്കുന്ന ഒരു ഐക്യദാർഢ്യമാണ്. പക്ഷേ ഇതൊരു ഐക്യദാർഢ്യം മാത്രമല്ല, ഇത് ഐക്യദാർഢ്യവും കേരളത്തിലെ പോലീസ് അതിക്രമത്തിനെതിരെ നമ്മൾ നടത്തുന്ന പ്രതിഷേധവുമാണിത്. നമുക്കറിയാം, ഈ അടുത്ത കാലഘട്ടങ്ങളിലായി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ മർദ്ദനം അത് നമ്മുടെ ആക്ഷേപമല്ല, പോലീസിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. സുജിത്ത് എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതിൻ്റെ തെളിവ് എന്തെന്ന് ചോദിച്ചാൽ അത് പോലീസ് സ്റ്റേഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറയിൽ നിന്നും നമുക്ക് ലഭിച്ചതാണ്. അതുകൊണ്ട് പോലീസിൻ്റെ തന്നെ തെളിവാണ് ഈ പോലീസ് അതിക്രമത്തിനെതിരെ നമ്മൾ പ്രയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പീച്ചിയിലുണ്ടായ സംഭവം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിക്രമം കാണിക്കുന്ന പോലീസുകാരെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. UDFന്റെ തീരുമാനമനുസരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട MLA അവിടെ സത്യാഗ്രഹം, അത് ന്യായമാണ്. പോലീസിനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പഴയകാല ചരിത്രങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. പണ്ട് കാലഘട്ടത്തൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള മർദ്ദനമാണ് നടക്കുന്നത് എന്ന് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിത് പ്രതിഷേധമുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാനും അഭിവാദ്യം ചെയ്യുന്നു, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇത് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സമാഹരിച്ച് വളർച്ച ത്വരിതപ്പെടുത്താൻ ഇൻഫോ പാർക്ക് പ്രാരംഭ ഓഹരി വിൽപ്പനയിലേക്ക് കടക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി റിപ്പോർട്ട്. കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം യാഥാർത്ഥ്യമായാൽ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ കേരള സർക്കാർ സ്ഥാപനമായി ഇത് മാറും. 3-4 ഘട്ട വികസന പദ്ധതികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് IPO-യുമായി മുന്നോട്ടു പോകാനാണ് ഇൻഫോ പാർക്ക് ലക്ഷ്യമിടുന്നതെന്ന് ഇൻഫോ പാർക്ക് വൃത്തങ്ങൾ പറഞ്ഞു. ഏതാനും വർഷങ്ങൾക്കകം IPO അവതരിപ്പിക്കാനാണ് ഇൻഫോ പാർക്ക് പദ്ധതിയിടുന്നത്. IPO റോഡ് മാപ്പിന്റെ ഭാഗമായി ഇൻഫോ പാർക്കിനെ ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായാണ് പ്രവർത്തിച്ചു വരുന്നത്. എന്നിരുന്നാലും ഭാവി സംരംഭങ്ങൾക്ക് ആവശ്യമായ വഴക്കം ഈ ഘടന ഞങ്ങൾക്ക് നൽകുന്നില്ല. IT പാർക്കുകൾ ചാരിറ്റബിൾ സൊസൈറ്റികളല്ല എന്ന നിലപാട് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് പോലും വളരെ കാലമായി സ്വീകരിച്ചിട്ടുണ്ട്. അതിനാൽ ഇൻഫോ പാർക്കിനെ ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് അടിയന്തര നടപടി. കൂടാതെ സംയുക്ത സംരംഭങ്ങളിൽ പ്രവേശിക്കുന്നതിന് ഒരു കമ്പനി ഘടന ആവശ്യമാണ്. ഭാവിയിൽ ഇൻഫോ പാർക്കിന്റെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിൽക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ അതിനൊരു കോർപ്പറേറ്റ് ഘടന ആവശ്യമായി വരും. ഒരു കോർപ്പറേറ്റ് ഘടനയിലേക്കുള്ള മാറ്റം നികുതിയിൽ അനുകൂല സാഹചര്യം ഒരുക്കും, ഇൻഫോ പാർക്ക് വൃത്തങ്ങൾ പറഞ്ഞു. അതേസമയം
അതേസമയം ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ട വികസനം പ്രതീക്ഷിക്കുന്ന 300 ഏക്കറിനപ്പുറം വളരും. ഇതിന് ഏകദേശം 500 ഏക്കർ ഭൂമി ഏറ്റെടുത്തേക്കാം. 2030ഓടെ മൂന്നാം ഘട്ട വികസനത്തിന്റെ പകുതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ട്രാക്കോ കേബിൾ കമ്പനിയുടെ ഭൂമിയിൽ വരുന്ന 4ാം ഘട്ട വികസനം പ്രാരംഭത്തിലുള്ള തടസ്സങ്ങളിൽ നിന്ന് പുറത്തുകിടക്കും. 3ാം ഘട്ടത്തിന്റെ കാര്യത്തിൽ ഭൂമി പൂളിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ 8 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഫോ പാർക്ക് വൃത്തങ്ങൾ പറഞ്ഞു. IPO ഇൻഫോ പാർക്കിന് ഗുണം ചെയ്യുമെന്ന് ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ് MD CJ ജോർജ് പറഞ്ഞു. ഭാവിയിൽ അത്തരം പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് IT പാർക്കിന്റെ വികസനത്തിനുള്ള ഫണ്ട് സ്വരൂപിക്കാൻ സഹായിക്കും. എന്നിരുന്നാലും വിപണി ശ്രദ്ധ നേടുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം 50% താഴെയാക്കി നിർത്തേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞു. 2024-2025 സാമ്പത്തിക വർഷത്തെ ഇൻഫോ പാർക്കിന്റെ ലാഭം 20.74 കോടി രൂപയാണ്. മുൻ സാമ്പത്തിക വർഷം ഇത് 13.15 കോടി രൂപയായിരുന്നു. ക്രിസിൽ റേറ്റിംഗ് അനുസരിച്ച് ഇൻഫോ പാർക്കിന് സ്റ്റേബിൾ റേറ്റിംഗ് ആണുള്ളത്. 2004 പ്രവർത്തനം ആരംഭിച്ച ഇൻഫോ പാർക്കിൽ 582 കമ്പനികളാണ് പ്രവർത്തിക്കുന്നത്. 70,000 പരം IT പ്രൊഫഷണലുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. 9.2 ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. റാങ്കിറ്റി പൊൻതിളക്കവുമായി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2023-2025 ബാച്ച് ക്ലിനിക്കൽ സൈക്കോളജി ബിരുദാനന്തര ബിരുദത്തിന്റെ പരീക്ഷാ ഫലത്തിൽ 6 റാങ്കുകൾ കരസ്ഥമാക്കി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. 2021 മുതൽ 1ാം റാങ്ക് അലങ്കരിക്കുന്നത് സഹൃദയാണ്. ജോബിത ജോബി 1ാം റാങ്ക്, T സ്നേഹ 3ാം റാങ്ക്, ഐശ്വര്യ തിലകൻ 6ാം റാങ്ക്, സാനിയ പോൾ 9ാം റാങ്ക്, അദീന ജോൺ, ഫാത്തിമ അറഫ 10ാം റാങ്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഇതിപ്പോൾ 5 തവണയാണ് സഹൃദയ കോളേജ് ഈ നേട്ടം സ്വന്തമാക്കുന്നത്. 2017 മുതൽ സൈക്കോളജിയുടെ ബിരുദത്തിലും വാല്യൂ ആഡഡ് കോഴ്സിൽ ഗോൾഡ് മെഡലുകളും 2020 മുതൽ ജനറൽ സൈക്കോളജിയിലും ക്ലിനിക്കൽ സൈക്കോളജിയിലും ബിരുദാനന്തര ബിരുദത്തിൽ നിരവധി റാങ്കുകൾ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ വിദ്യാർത്ഥികൾ നേടിയിട്ടുണ്ട്. അതിരപ്പള്ളിയിലെ നിരാമയ സംരോഹ റിസോർട്ട് ചാലക്കുടി പുഴയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നതായി ആരോപിച്ച് DYFI അതിരപ്പള്ളി മേഖലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അതിരപ്പള്ളിയിലെ പഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപത്തുള്ള റിസോർട്ടിന്റെ പുറകുവശത്തുകൂടിയാണ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് എന്നാണ് ആരോപണം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സാമ്പിൾ പരിശോധനയ്ക്ക് എടുക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. തുടർന്നും പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയതിനെ തുടർന്നാണ് DYFI പ്രതിഷേധ സമരം നടത്തിയത്. സമരക്കാരെ റിസോർട്ടിന് മുമ്പിൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരം കാണുകയും അതുവരെ റിസോർട്ടിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രിക്കണമെന്നും പഞ്ചായത്ത് നൽകിയ പരാതിയിന്മേൽ റിസോർട്ടിനെതിരെ അതിരപ്പള്ളി പോലീസ് കേസെടുക്കണമെന്നും DYFI ആവശ്യപ്പെട്ടു. CPM അതിരപ്പള്ളി ലോക്കൽ സെക്രട്ടറി KS സതീഷ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. CR ശ്രീനാഥ്, അജയ് ജനാർദ്ദനൻ, രമ്യ ബിനു, ജിനീഷ് VP തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് 2 ദിവസത്തെ 560 രൂപ കുറഞ്ഞ സ്വർണ്ണവില നേരിയ വർധനവോടെ തിരിച്ചുകയറി. പവന് 120 രൂപയാണ് വർദ്ധിച്ചത്. 81,640 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 15 രൂപ ഉയർന്നു. 10,205 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. റെക്കോർഡുകൾ ഭേദിച്ച് 82,000 കടന്നു കുതിച്ച സ്വർണ്ണവിലയിൽ വ്യാഴാഴ്ചയും ബുധനാഴ്ചയുമാണ് വില കുറഞ്ഞത്. ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയ 82,080 രൂപയാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില. ഈ മാസം ആദ്യം 77,640 രൂപയായിരുന്നു സ്വർണ്ണവില. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയും ഇതായിരുന്നു. പിന്നീട് ഓരോ ദിവസവും വില കൂടുന്നതാണ് ദൃശ്യമായത്. രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവിലയുടെ വർധനയാണ് വിലയിൽ പ്രതിഫലിച്ചത്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% തീരുവ ചുമത്തിയതും US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതും അടക്കമുള്ള ഘടകങ്ങൾ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണ്ണത്തിലേക്ക് തിരിഞ്ഞതാണ് സ്വർണ്ണവില ഉയരാൻ കാരണം. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന അമ്മയുടെയും മകന്റെയും തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ചികിത്സാ സഹായ സമിതി.
കുറ്റിച്ചിറ കാരിപ്പാടം മണ്ഡപത്തിൽ മാത്യൂസിന്റെ ഭാര്യ ജിൻസിയും മകൻ അമൽജിത്തുമാണ് സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നത്. കഴിഞ്ഞ 8-ാം തീയതി നടന്ന വാഹന അപകടത്തിലാണ് ഇരുവർക്കും മാരകമായി പരിക്കേറ്റത്. മാത്യു സ്ട്രോക്ക് വന്ന് തളർന്നു കിടപ്പാണ്. അമൽജിത്തിന്റെ ചെറിയ വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞുപോയിരുന്നത്. അമ്മയ്ക്കും മകനുമായി സർജറികൾ ഉൾപ്പെടെയുള്ള ഇതുവരെയുള്ള ചികിത്സയ്ക്കായി 20 ലക്ഷത്തോളം രൂപ ചെലവായി. ഇരുവർക്കും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇനിയൊരു വർഷത്തോളമുള്ള തുടർ ചികിത്സ ആവശ്യമാണ്. ഇനിയും 40 ലക്ഷത്തോളം രൂപയുടെ ആവശ്യമാണ് പ്രതീക്ഷിക്കുന്നത്. കാരുണ്യമതികളുടെ ഉദാരമായ സഹായം ലഭ്യമായാൽ അമ്മയെയും മകനെയും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകും എന്നാണ് ചികിത്സാ സഹായ സമിതിയുടെ പ്രതീക്ഷ. പുളിങ്കര സെയിന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജിജി ജോസഫ് കുന്നേൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ജിനി ബെന്നി, റോബിൻ കണ്ടത്തിൻകര എന്നിവർ ഭാരവാഹികളായി ചികിത്സാ സഹായ സമിതിയാണ് അമ്മയുടെയും മകന്റെയും ചികിത്സാ ചെലവ് സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. കാനറ ബാങ്കിന്റെ വെള്ളിക്കുളങ്ങര ശാഖയിൽ ചികിത്സാ സഹായ സമിതിയുടെ പേരിൽ ആരംഭിച്ച അക്കൗണ്ടിലേക്ക് സഹായം പണമായി അയക്കാം. അക്കൗണ്ട് നമ്പർ 110266516897. IFSC കോഡ് CNRB 0005655. പരിഷ്കരിച്ച GST നിരക്ക് പ്രാബല്യത്തിൽ വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉൽപ്പാദക കമ്പനികൾക്ക് ഇളവ് അനുവദിച്ച് കേന്ദ്രം. 2026 മാർച്ച് 31 വരെ പഴയ പാക്കിംഗ് കവറുകളും മെറ്റീരിയലുകളും ഉപയോഗിക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത്. പക്ഷേ പുതുക്കിയ വില മാത്രമേ ഈടാക്കാവൂ എന്നും കേന്ദ്രം അറിയിച്ചു. പുതിയ GST നിരക്ക് അനുവദിച്ചിട്ടുള്ള പരിഷ്കരിച്ച MRP പ്രിന്റ് ചെയ്ത പാക്കറ്റുകൾ 2026 മാർച്ച് 31 ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. ഒരാഴ്ച മുമ്പ് ഇറങ്ങിയ ഉത്തരവിൽ ഡിസംബർ 31 വരെ മാത്രമാണ് സമയം അനുവദിച്ചിരുന്നത്. വ്യവസായ രംഗത്ത് നിന്ന് ഉയർന്ന ആവശ്യത്തെ തുടർന്നാണ് പഴയ പാക്കിംഗ് മെറ്റീരിയലുകൾ ഉപയോഗിക്കാൻ കൂടുതൽ സമയം നൽകിയത്. നിലവിലെ MRP പ്രിന്റ് ചെയ്ത പാക്കിംഗ് മെറ്റീരിയലുകളും കവറുകളും മാർച്ച് 31 വരെയോ അത്തരം സ്റ്റോക്ക് തീരും വരെയോ ഉപയോഗിക്കാം. ആവശ്യമെങ്കിൽ GST ഇളവിന് ശേഷമുള്ള പുതിയ വിലയും പാക്കറ്റിൽ ചേർക്കാവുന്നതാണ്. ഇത്തരത്തിൽ വില മാറ്റം വരുത്തുന്ന പാക്കറ്റുകളിൽ പഴയ MRP കാണുന്ന തരത്തിലാണ് പുതിയ വില രേഖപ്പെടുത്തേണ്ടത്. GST മാറ്റത്തിനനുസരിച്ചുള്ള തുക മാത്രമേ കുറയ്ക്കാനോ കൂട്ടാനോ പാടുള്ളൂ എന്നും സർക്കുലറിൽ പറയുന്നു. എന്നാൽ പരിഷ്കരിച്ച വില രേഖപ്പെടുത്തേണ്ടത് നിർബന്ധമല്ല. കമ്പനികൾക്ക് സ്വമേധയാ തീരുമാനിക്കും. പുതുക്കിയ വിലയുടെ പട്ടിക കമ്പനികൾ ചെറുകിട വ്യാപാരികൾക്ക് കൈമാറണം. അങ്കമാലി മാരത്തൺ 26ന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം ചേർന്നു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ വിവിധ കായിക, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന 82 അംഗങ്ങൾ പങ്കെടുത്തു. ലഹരി വിരുദ്ധ ബാല്യം, ലഹരി വിരുദ്ധ ഭാരതം എന്ന സന്ദേശത്തെ ആസ്പദമാക്കി സമൂഹത്തിൽ വ്യായാമശീലവും ആരോഗ്യബോധവും വളർത്തി മയക്കുമരുന്ന് ഉപയോഗത്തെയും വ്യാപനത്തെയും ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ജനുവരി 11 മാരത്തോൺ 26 ആസൂത്രണം ചെയ്യുന്നത്. മാരത്തോൺ 25ന്റെ വിജയത്തെ തുടർന്ന് മാരത്തോൺ 26 കൂടുതൽ ഉയർന്ന നിലവാരത്തിലുമുള്ള പരിപാടിയാക്കി മാറ്റുന്നതിനായി വിവിധ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഗിരീഷ് കുമാർ, റിജു പാപ്പച്ചൻ, ബോസ് PI, തരിയൻ PV, ഫ്രാൻസിസ് പൈനാടത്ത്, പോൾ സെൻ, സാജു NI എന്നിവർ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. പരിപാടിയുടെ ലോഗോ പ്രകാശനം, പ്രവർത്തന കലണ്ടർ ചർച്ച, സന്നദ്ധ പ്രവർത്തകരുടെ ചുമതല നിർണയം, പ്രചാരണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ എന്നിവയും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജീവധാര ഫൗണ്ടേഷൻ ചീഫ് അഡ്വൈസർ ഡോക്ടർ MP ആന്റണി, NV സേവ്യർ എന്നിവർ സംസാരിച്ചു. പല ഭാഗത്തും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചത് മാത്രം. അപ്പൊ ഈ 3-4 സ്ഥലങ്ങളിൽ നിന്നും ഏത് സ്ഥലം നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും പോയി വരാൻ തുടങ്ങണം. മാത്രമല്ല ഇത് വളരെ നല്ലൊരു സംരംഭമാണ്. നമ്മൾ കഴിഞ്ഞ പ്രദേശത്തേക്ക് മറിച്ച് ആളുകളൊരു പുതിയ സംസ്കാരത്തിന് തുടക്കം കൊടുക്കുന്നു. അത് മാത്രമല്ല ആളുകൾ ഏറ്റു അല്ലെങ്കിൽ ഉൾക്കൊണ്ടുള്ള ഒരു ലക്ഷണമാണ് ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ സംഘത്തിൽ ഇത്രയും ആളുകൾ വന്നതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അതിൽ സാധാരണ എനിക്കറിയാം ഓരോ പരിപാടികൾ നടത്തുമ്പോൾ ഇവിടെ തന്നെ താഴ്ന്ന നടത്തുമ്പോൾ
തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നൽകുന്ന മികച്ച സംഘാടകനുള്ള ഈ വർഷത്തെ ഡോക്ടർ എം ജയപ്രകാശ് അവാർഡിന് അർഹനായ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തടിനെ വ്യാപാര ഭവനിൽ ചേർന്ന യോഗത്തിൽ ആദരിച്ചു. ജനറൽ സെക്രട്ടറി ബീനു മഞ്ഞളി, ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ, വൈസ് പ്രസിഡന്റുമാരായ ചന്ദ്രൻ കുളത്താപ്പിള്ളി, ഡേവിസ് എം ഡി, സെക്രട്ടറിമാരായ ഗോവിന്ദൻകുട്ടി, എം എൻ ഡേവിസ് വിളിയത്ത്, ജോബി മേലത്ത്, റെയ്സൻ ആലുക്ക, ബിജു മാളക്കാരൻ, ജോയ് പാനിക്കുളം, ബഷീർ ഏട്ടി, ആന്റോ എരിഞ്ചേരി, ആന്റണി പി വി എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ എന്നീ ട്രേഡുകളുടെ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി സെപ്റ്റംബർ 30 വരെ നീട്ടി. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്ഥാപനത്തിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04-802700-816 9496206504. മണവാളം പര്യടൻ ഫാമിലി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പ് ഞായറാഴ്ച നടക്കും. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിൽ രാവിലെ 10:45 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് ക്യാമ്പ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയേക്കരിലെ ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും. ചാലക്കുടി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. നല്ലവരായ മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ളവര് ബെന്നിച്ചേട്ടൻ ഇത്തിരി നേരത്തെ വന്നത് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സമാഹരിച്ച് വളർച്ച ത്വരിതപ്പെടുത്താൻ ഇൻഫോ പാർക്ക് പ്രാരംഭ ഓഹരി വിൽപ്പനയിലേക്ക് കടക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി റിപ്പോർട്ട്. അതിരപ്പള്ളിയിലെ നിരാമയ സംരോഗ റിസോർട്ട് ചാൽക്കുടി പുഴയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നതായി ആരോപിച്ച് ഡിവൈഎഫ്ഐ അതിരപ്പള്ളി മേഖലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് 2 ദിവസത്തിനിടെ 560 രൂപ കുറഞ്ഞ സ്വർണ്ണവില നേരിയ വർധനവോടെ തിരിച്ചുകയറി. അങ്കമാലി മാരത്തൺ 26ന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം ചേർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.